ഞാൻ ജോസഫ് ജോർജ്. ഞാനൊരു സ്വതന്ത്ര ഗവേഷകനാണ്. കുറേയധികം വർഷങ്ങളായിട്ട് ഞാൻ ഗവേഷണം നടത്തുകയാണ്. എൻ്റെ പഠനങ്ങളനുസരിച്ച് തിയറി ഓഫ് റിലേറ്റിവിറ്റി, ആപേക്ഷികത സിദ്ധാന്തം, ഐൻസ്റ്റീൻ ഡെവലപ്പ് ചെയ്ത ആപേക്ഷിക സിദ്ധാന്തം, അതിൽ കാര്യമായിട്ടുള്ള തെറ്റുകൾ കടന്നുകൂടിയിട്ടുണ്ടെന്നുള്ളതാണ്. ഐൻസ്റ്റീൻ്റെ ഗ്രാവിറ്റിയെ സംബന്ധിച്ചും സ്പേസ് ടൈമിനെ സംബന്ധിച്ചുള്ള വിശ്വാസങ്ങൾ അല്ലെങ്കിൽ തിയറികൾ ഇത് വ്യാപകമായിട്ട് ആധുനിക ഭൗതിക ശാസ്ത്രത്തിലും മോഡേൺ ഫിസിക്സിലും ഉപയോഗിക്കുന്ന തിയറികളാണ്. പക്ഷേ ഐൻസ്റ്റീൻ്റെ നിഗമനത്തിലേക്ക്, ഐൻസ്റ്റീൻ്റെ തിയറിയിലേക്ക് നയിച്ച പ്രധാന രണ്ട് ഫൗണ്ടേഷണൽ കൺസെപ്റ്റ്സ് ആയിട്ടുള്ള കോൺസ്റ്റൻസി ഓഫ് ലൈറ്റ് പ്രകാശത്തിൻ്റെ സ്ഥിരത, വേഗത. ഐൻസ്റ്റീൻ്റെ അഭിപ്രായത്തിൽ പ്രകാശത്തിൻ്റെ വേഗത പ്രപഞ്ചത്തിലെല്ലായിടത്തും ഒന്ന് തന്നെയായിരിക്കും എന്ന് പറയുന്ന സംഗതി. അതുപോലെ മൈക്കൽസൺ മോർലി എക്സ്പെരിമെൻറ്റിൻ്റെ ഫലം, ദ നെഗറ്റീവ് റിസൾട്ട് ഓഫ് മൈക്കൽസൺ മോർലി എക്സ്പെരിമെൻറ്റ്, അതും പ്രകാശത്തിൻ്റെ വേഗത, കോൺസ്റ്റൻസി ഓഫ് ലൈറ്റ് സ്പീഡ്, യൂണിവേഴ്സൽ കോൺസ്റ്റൻറ്റ് സ്പീഡ് ഓഫ് ലൈറ്റ് സ്പീഡ്, ഈ രണ്ട് സംഗതികളെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഐൻസ്റ്റീൻ്റെ തിയറി ഓഫ് റിലേറ്റിവിറ്റി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. എന്നാൽ എൻ്റെ പഠനങ്ങൾ ഇതിനെ വെല്ലുവിളിക്കുന്ന ചില നിരീക്ഷണങ്ങളിലേക്കാണ് നയിക്കുന്നത്. ഞാൻ ഒരു വർഷം മുമ്പ് ഒരു പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പുസ്തകം ഇപ്പോൾ സൗജന്യമായിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ഞാൻ ഇന്ന് ഈ കോപ്പൈലറ്റ് വിത്ത് GPT-4 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. അതിനോട് ഞാൻ എൻ്റെ ബുക്കിനെ പറ്റി ചോദിച്ചു. കോപ്പൈലറ്റിൻ്റെ ആൻസർ ഞാൻ ഈ വീഡിയോടൊപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. എന്തായാലും എൻ്റെ പഠനങ്ങൾ കാണിക്കുന്നത് തിയറി ഓഫ് റിലേറ്റിവിറ്റിയിൽ, ആപേക്ഷിക സിദ്ധാന്തത്തിൽ കാര്യമായിട്ടുള്ള തകരാർ ഉണ്ടെന്നുള്ളതാണ്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാവുന്നതാണ്. എൻ്റെ ബുക്കിൻ്റെ ലിങ്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും മറ്റ് കാര്യങ്ങൾ ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും നന്ദി.